ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, ഇന്ന് മുകുന്ദേട്ടൻ കല്ലുമോൾക്കൊപ്പം ഇരിക്കെ, അതായിരിക്കും നല്ലത്, അവൾക്ക് സന്തോഷാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദൻ കല്ലുമോൾക്കൊപ്പം ഇരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട്. കല്ലുമോൾ ആണെങ്കിൽ പിണങ്ങിയിരിക്കുകയാണ്. അച്ഛന്റെ രാജകുമാരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കല്ലുമോൾ ആണെങ്കിൽ ഒന്ന് നോക്കുന്ന പോലുമില്ല. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, അപ്പൊ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുകുന്ദൻ തിരിഞ്ഞു നടക്കാൻ നിൽക്കുമ്പോൾ അച്ഛന്റെ രാജകുമാരി ഇതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു മുകുന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് കല്ലുമോള്. ആഹാ, അച്ഛന്റെ രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നേ എന്റെ രാജകുമാരിയെ വിട്ടിട്ട് അച്ഛൻ എവിടേക്കും പോകുന്നില്ല, ഇന്ന് മോൾക്കൊപ്പമാ അച്ഛൻ ഉറങ്ങാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു അവർ രണ്ടുപേരും ബെഡിൽ കിടക്കുന്നു. അച്ഛൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? അച്ഛൻ വേറൊരു രാജ്യത്തായിരുന്നു. അവിടെ എന്താ ചെയ്തിരുന്നത്? എന്തുകൊണ്ടാ മോൾക്കൊപ്പം വരാതിരുന്നത്? ഇനി പോകുമ്പോൾ മോളെയും കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുമ്പോൾ കൊണ്ടുപോകാലോ, അതിനെന്തായെന്നൊക്കെ പറഞ്ഞ് കല്ലുമുളയും കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ജയഗീത അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, സെറ്റായോ? ഞാനും എന്റെ മോളും എപ്പോഴും സെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് വീണ്ടും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് ജയഗീതയാവട്ടെ പ്രതാപനോട് പോയിട്ട് പറയുന്നുണ്ട്, അവരെ അച്ഛനും മോളൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട്, യാത്ര പറഞ്ഞ സാർ ഇറങ്ങിക്കോ എന്ന്. പ്രതാപനാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. മുകുന്ദേട്ട, അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോയിക്കോട്ടെ? ആടാ, നീ പോയിക്കോ, അങ്കിള് പോയിക്കോ, എന്റെ അച്ഛനെ ഞാൻ വിടുന്നില്ലെന്ന് പറഞ്ഞ് കല്ലുമ്പോളാണെങ്കിൽ പ്രതാപന് ഏറ്റ ആദ്യമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അയാളാണെങ്കിൽ ജയഗീതയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ കൃഷ്ണ വിളിക്കുകയാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, പ്രതാപേട്ടൻ ഒറ്റയ്ക്കാണോ വരുന്നതെന്ന്. അതെ, ഞാൻ അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്പിളി ശ്രീയും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അതായത് അമ്പിളിയുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ശ്രീ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പിളി, ഇനി പെണ്ണുങ്ങളൊന്നും ഫോൺ വിളിച്ചെടുക്കണ്ട, കള്ളു കുടിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇവിടേക്ക് ഇനി ആരാ മദ്യവുമായിട്ട് വരുന്നത്? ആരും വരാനില്ല. പിന്നെ ഞാനിത്തിരി സൗന്ദര്യം കൂടിപ്പോയി, അതുകൊണ്ടാണ് ഈ പെൺപിള്ളേർ എന്റെ പുറകെ നടക്കുന്നത്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എങ്ങനെയാ സംസാരിക്കാതിരിക്കുക? ഇനിയിപ്പോൾ അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നീ വന്ന് കിടക്കെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കുന്നു. അങ്ങനെ കല്ലുമോളും മിന്നുവും സൂരജും മുകുന്ദനും ജയഗീതയൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരാവാനാണ് ആഗ്രഹം എന്നൊക്കെ മിന്നുമോളോട് ചോദിക്കുമ്പോൾ എനിക്ക് ഡോക്ടർ ആവാനാണെന്ന് പറയുന്നു. സൂരജ് പറയുന്നുണ്ട്, അവളോട് എന്ത് ചോദിച്ചാലും അവൾ അതാവാനാണ് ആഗ്രഹം എന്ന് പറയുമെന്നൊക്കെ. തനിക്ക് ആരാവാൻ ആഗ്രഹമെന്ന് സൂരജിനോട് മോദം ചോദിക്കുമ്പോൾ എനിക്ക് ആർമി ആവണം, എന്റെ മോൾക്കോ എനിക്ക് വലിയ പാട്ടുകാരിയാവണമെന്നിങ്ങനെ കല്ലുമോൾ പറയുന്നു. മോൾക്ക് പാട്ട് പാടാൻ അറിയാമോ? അങ്ങനെ മിന്നു പറയുന്നുണ്ട്, ഇവൾക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. ജയഗീത പറയാണ് കല്ലുമോൾ നന്നായിട്ട് പാടുമെന്ന്. അങ്ങനെ കല്ലുമോളാണെങ്കിൽ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട്. ആഹാ, സൂപ്പറായി പാടിയല്ലോ, ഇനി നമുക്ക് ഉറങ്ങാൻ പോവാമെന്നൊക്കെ മുകുന്ദൻ ചോദിക്കുമ്പോൾ സൂരജും മിന്നുമോളും പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് അങ്കിൾക്കൊപ്പം ഉറങ്ങാൻ പോകുന്നതെന്ന്. അത് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജയഗീതയാണെങ്കിൽ അവരുമായിട്ട് പോകുന്നു. അങ്ങനെ മുകുന്ദനാണെങ്കിൽ കല്ലുമോളുമായിട്ട് റൂമിലേക്ക് പോവുകയാണ്. മുകുന്ദൻ കല്ലുമോളോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു എന്ന്. അയ്യോ, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞ് കല്ലുമോളാണെങ്കിൽ വേഗം തന്നെ സൂരജിനോടും മിന്നുവിനോടും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് വരികയാണ്. പിന്നീട് തിരിച്ചെത്തുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, ബ്രഷ് ചെയ്തോന്ന്. ഇന്നല്ല, ഞാൻ മറന്നുപോയ അച്ഛ, ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ബ്രഷ് ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ മുകുന്ദനാണെങ്കിൽ അവളുടെ തലമുടിയൊക്കെ ചീക്കി ഒതുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവർ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. അച്ഛൻ എന്തിനാ എന്നെ വിട്ടിട്ട് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ എവിടേക്ക് പോവാനാ? മോളെയും കൊണ്ട് ഞാൻ ഒരു ദിവസം മലേഷ്യയിലേക്ക് പോവാം. അവിടെ വീടൊക്കെ ഉണ്ടോ അച്ഛന്? ഉണ്ടല്ലോ, വലിയ വീടും കാറും സെർവൻസും എല്ലാവരും ഉണ്ട്. മോളെ കൂട്ടിയിട്ട് ഞാൻ ഒരു ദിവസം പോകുന്നുണ്ട്. പിന്നെ എനിക്ക് എന്റെ മോൾ മാത്രമേ ഉള്ളൂ, എന്റെ ജീവനാണ്. അച്ഛനപ്പം എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുകുന്ദനാണെങ്കിൽ കരയുന്നു. അതെ, നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കെന്ന് പറഞ്ഞ് മുകുന്ദൻ കല്ലുമോളെ ഉറക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് രാവിലെ ആകുമ്പോൾ ജയഗീതയാണെങ്കിൽ മുകുന്ദനുള്ള കോഫിയുമായിട്ട് വരുന്നുണ്ട്. കോഫി കുടിച്ചതിന് ശേഷം ആഹാ, നല്ല കോഫി എന്നൊക്കെ പറയുമ്പോൾ താങ്ക് യു സർ. പിന്നീട് മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, നീതുമോള് ആരെങ്കിലും കുറിച്ച് ചോദിക്കാറുണ്ടോ? അതായത് പണ്ടത്തെ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ടോ? ഇടയ്ക്കിടെ വന്ന സമയത്ത് അമ്മ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ മീനാച്ചി, ഗോവിന്ദനാച്ചൻ അങ്ങനെയൊക്കെ അവൾ പറയുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. എന്തായാലും അവൾ അതെല്ലാം മറന്നു എന്ന് തോന്നുന്നു. അതൊക്കെ ബന്ധുക്കാരായിരിക്കുമല്ലേ സാർ എന്ന് ചോദിക്കുമ്പോൾ അതെ, അതൊക്കെ അവളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കാരായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ജയഗീതയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മോൾ ആദ്യമൊക്കെ പിടിവാശിക്കാരിയായിരുന്നു, പക്ഷെ ഇപ്പൊ അവൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് ജയഗീതയ്ക്കുള്ള ക്രെഡിറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അവൾ ഇപ്പോഴും ഒരേപോലെ തന്നെയാണ്. എല്ലാം കൊണ്ടും അവളെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്റെ മിന്നുമോളാണ് കുറച്ച് കുശുമ്പത്തി, എപ്പോഴും അവൾ എന്റെ കയ്യിൽ നിന്നും അടി വാങ്ങുമെന്നൊക്കെ ജയഗീത പറയുമ്പോൾ എന്റെ മോളെ ഒരിക്കലും മുൻഗണന കൊടുത്ത് പൊക്കി വെക്കരുത്, എല്ലാവരെയും ഒരുപോലെ കാണണം. ജയഗീതയുടെ മക്കൾ തന്നെയാണ് ജയഗീതയ്ക്ക് വലുതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല സാറേ, ഞാൻ 3 പേരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഞാൻ അധികമൊന്നും മക്കളെ ശ്വാസിക്കാറില്ല. പക്ഷെ
അവസരം വന്നാൽ ഞാൻ എല്ലാവരെയും ശിക്ഷിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ജയഗിരിയാണെങ്കിൽ ഇനി ഒരു ചായയും കൂടി വേണമെന്ന് ചോദിക്കുന്നു. വേണ്ട, അല്ല, പതിവ് പോലെ ചില ആൾക്കാർക്ക് പതിവുണ്ട് 2 ചായയൊക്കെ കുടിക്കുന്നുണ്ട്. എന്റെ മുരളിയേട്ടൻ അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പറയാണ് മുകുന്ദൻ. അങ്ങനെ ജയഗിരിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ മുകുന്ദനാണെങ്കിൽ മീനാക്ഷിയെയും കുറിച്ച് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.